മാതർമേ മധുകൈടഭഗ്നി महिषप्राणापहारोद्यमे हेलानिर्मितधूम्रलोचनवते हे चण्डमुण्डार्दिनी निःशेषीकृतरक्तबीजदनुजे नित्ये निशुम्भापहे शुम्भध्वंसिनि संहराशु दुरितं दुर्गे नमस्तेऽम्बिके. ദേവീമാഹാത്മ്യം തുടരുകയാണ്. മഹിഷാസുരൻ്റെ സേനാപതിയായിട്ടുള്ള ചുക്ഷുരൻ എന്നുള്ളതായിട്ടുള്ള അസുരനെയും അത് കഴിഞ്ഞ് ചാമരൻ എന്നുള്ളതായിട്ടുള്ള മറ്റൊരു സേനാനിയെയും മരിച്ച കഥ, വസിച്ചതായിട്ടുള്ള കഥ പറഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് ഉദഗ്രൻ എന്നുള്ളതായിട്ടുള്ള ഒരു സേനാനായകനാണ് വന്നത്. ആ ഉദഗ്രനെയും വധിക്കുകയാണ് എന്ന് പറയുകയാണ് ഇവിടെ. ഉദഗ്രശ്ചഗണൈർദേവ്യാ ശിലാവൃക്ഷാദിഭിർഹത ദന്തമുഷ്ടിതലൈശ്ചൈവ കരാളശ്ച നിപാതിത. ഉദഗ്രൻ എന്നുള്ളതായിട്ടുള്ള അസുരൻ, ആ അസുരനും ഉദഗ്രഹ ച ഉദഗ്രനും ഗണൈഹി ദേവ്യാഹ ഗണൈഹി, മറ്റേയാളെ ഗജാണ് കൊന്നത് അല്ലേ? ചാമരനെ കൊന്നത് ദേവിയുടെ സിംഹമാകുന്ന വാഹനം, ആ വാഹനാണ് ചാമരനെ കൊന്നത്. അപ്പോൾ ഉദഗ്രശ്ച ഗണൈഹി, ദേവിയുടെ ഗണങ്ങൾ, ഭൂതഗണങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞു ശ്വാസത്തിൽ നിന്ന് അല്ലേ? ആ ഭൂതഗണങ്ങളാണ് ഉദഗ്രനെ വസിക്കുന്നത് എന്നാണ്. ദേവ്യാഹ ഗണൈഹി, ദേവിയുടെ ഗണൈഹി, ഗണങ്ങളെ കൊണ്ട്, ഭൂതഗണങ്ങളെ കൊണ്ട്, ശിലാവൃക്ഷാദിഭിഹി, ശിലകളെ കൊണ്ടും വൃക്ഷങ്ങളെ കൊണ്ടും, ആദിഭിഹി തുടങ്ങിയവ കൊണ്ട്, ശിലകളും വൃക്ഷങ്ങളും ഒക്കെ വൃക്ഷങ്ങൾ പറിച്ചെറിയ 4 ശിലകൾ അവിടുന്ന് ഭൂമിയിൽ നിന്ന് അതാത് സ്ഥാനത്ത് നിന്ന് വലിച്ച് ഒട്ടിച്ച് എടുത്ത് എറിയ, അങ്ങനെ ഭൂതഗണങ്ങളാണ്, അതൊക്കെ ശക്തിയുണ്ടെന്നാണ്. അപ്പം അങ്ങനെ ശിലാവൃക്ഷാദികൾ എറിഞ്ഞിട്ട് ഹതഹ വധിക്കപ്പെട്ടു. ആരോ ഉദഗ്രൻ എന്നുള്ളതായിട്ടുള്ള അസുരനെയും വധിച്ചു. ശിലാവൃക്ഷാദിഭിഹി ഹതഹ, ശിലകൾ കൊണ്ടും വൃക്ഷങ്ങൾ കൊണ്ടും ഉദഗ്രനും വധിക്കപ്പെട്ടു എന്നാണ്. അത് ദേവിയുടെ ഗണങ്ങളാണ് വധിച്ചത്. ദന്തമുഷ്ടിതലൈശ്ചൈവ കരാളശ്ച നിപാതിത. ഇനി കരാളൻ എന്നുള്ളതായിട്ടുള്ള ഒരു അസുരനാണ് പിന്നീട് വന്നത്. ആ കരാളൻ എന്നുള്ളതായിട്ടുള്ള അസുരനെയും നിപാതിത വീഴ്ത്തിച്ചാൽ എന്തായിട്ട് ഗതാസുവായിട്ട് മരിച്ച് വീണു, വധിച്ചു എന്നുള്ളത് തന്നെയാണ്. എങ്ങനെയൊക്കെയാണ്? ദന്തമുഷ്ടിതലൈഹി ച ഏവ, ദന്തങ്ങളെ കൊണ്ട്, പല്ലുകളെ കൊണ്ടും മുഷ്ടിപ്രഹരങ്ങളെ കൊണ്ടും ഒക്കെയാണ് ആ കരാളനെ വധിച്ചത്. പല്ലുകൊണ്ട്, അതായത് ദംഷ്ടകൾ കൊണ്ടും മുഷ്ടിപ്രഹാരങ്ങളെ കൊണ്ടും കരാളൻ എന്നുള്ളതായിട്ടുള്ള അസുരനെയും വസിച്ചു ഭൂതഗണങ്ങൾ തന്നെ. ദേവ്യാ ഗണൈഹി, ദേവിയുടെ ഗണങ്ങളെ കൊണ്ട് ഉദഗ്രൻ ശിലാവൃക്ഷാദികളെ കൊണ്ട് വധിക്കപ്പെട്ടു. ഈ ദന്തങ്ങളെ കൊണ്ടും മുഷ്ടികളെ കൊണ്ടും ഒക്കെ ഭൂതഗണങ്ങൾ കരാളൻ എന്നുള്ളതായിട്ടുള്ള അസുരനെയും വധിച്ചു എന്നാണ്. ദേവീം ക്രുദ്ധാഗതാപാതൈശ്ചൂർണയാമാസ ചോത്ഥതം ബാഷ്കളം ഭിണ്ഡിപാലേന ബാണൈസ്താമ്രം തഥാന്ധകം. ദേവീ ക്രുദ്ധയായ ദേവി ഗതാപാതൈഹി, ഗതാപാതങ്ങളെ കൊണ്ട്, തൻ്റെ ഗത കൊണ്ടുള്ളതായിട്ടുള്ള അടികൊണ്ട് ഗതകളെ വീഴ്ത്തിയിട്ട്, എന്ന് വെച്ചാൽ തൻ്റെ ഗത അവരുടെ മേൽ പ്രയോഗിച്ചിട്ട്, ശത്രുക്കളുടെ മേലെ പ്രയോഗിച്ചിട്ട്, ദേവി ക്രുദ്ധയായിട്ടുള്ള ദേവി ഗതാപാതൈഹി, ഗതകൾ കൊണ്ടുള്ളതായിട്ടുള്ള പാദങ്ങളെ കൊണ്ട് ചൂർണയാമാസച്ച ഉദ്ധതനായിട്ടുള്ള ബാഷ്കളൻ എന്നുള്ളതായിട്ടുള്ള അസുരനെ. അപ്പോൾ ഓരോരോ അസുരന്മാരെ വധിക്കുന്നത് പറയാണ്. ആ ബാഷ്കളൻ, യുദ്ധത്തിന് വന്നതായിട്ടുള്ള ഓരോരോ അസുരന്മാരുടെ കഥ പറയാണ്. ബാഷ്കളൻ എന്നു പേരായിട്ടുള്ള ഉദ്ധതം ബാഷ്കളം, ഉദ്ധതനായിട്ടുള്ള, അതായത് അഹങ്കാരത്തോടു കൂടി തൻ്റെ നേരെ വരുന്നതായിട്ടുള്ള ആ ബാഷ്കളൻ എന്നുള്ളതായിട്ടുള്ള അസുരനെ ചൂർണയാമാസ, പൊടിയാക്കി ഇടിച്ചു പൊടിച്ചു എന്നുള്ളതാണ്. ഗത കൊണ്ട് ഇടിച്ചു പൊളിച്ചു എന്നുള്ളതാണ്. ഈ ഗതാപാതൈഹി ചൂർണയാമാസ എന്ന് വെച്ചാൽ പൊടിയാക്കി എന്നുള്ള അർത്ഥമാണ്. അതായത് ചൂർണം പോലെ ആക്കി, ചൂർണം വെച്ചാൽ പൊടി എന്നുള്ളതാണ്. ചൂർണം പോലെ ആക്കി
എന്നുവെച്ചാൽ അങ്ങനെ നല്ലപോലെ ഇടിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി, അത്രയേ ഉള്ളൂ. ഭാഷ്കളം ഭാഷ്കളനെയാണ് അങ്ങനെ. ഭിണ്ടിപാലേന ബാണൈഹി താമ്രം തഥാ അന്ധകം. താമ്രൻ എന്നുള്ളതായിട്ടുള്ള അസുരനെ ഭിണ്ടിപാലൻ ഭിണ്ടിപാലം എന്നുള്ളതായിട്ടുള്ള ആയുധം കൊണ്ട് ആണ് എന്നുള്ളതാണ്. അതൊരു ആയുധവിശേഷമാണ്. കവണ മാതിരി ഉള്ളതെന്നാണെന്നാണ് പറയണത്. ഈ കവണ എന്ന് വെച്ചാൽ ഈ വലിച്ചിട്ട് അങ്ങോട്ട് വിടുക എന്നുണ്ടല്ലോ, അതാണ് നമ്മൾ മാങ്ങ എറിയാനൊക്കെ കുട്ടികൾ ഉപയോഗിക്കുക. ഈ കവണ എറിയാന്നുണ്ട്. അങ്ങനെ അതാണ് ഈ ഭിണ്ടിപാലം എന്ന് പറയണത്. ഇവിടുന്ന് എറിഞ്ഞാൽ അതങ്ങോട്ട് വീഴുക എന്നുള്ളതാണ്, അവിടെ ഉദ്ദേശ സ്ഥലത്ത് കൊള്ളുക എന്നുള്ളതാണ്. അതാണ് ഭിണ്ടിപാലൻ എന്നുള്ളതായിട്ടുള്ള ആയുധം. അതുകൊണ്ട് ഭാഷ്കളനെ കൊന്നു എന്നാണ്. ഭാഷ്കളൻ എന്നുള്ള അസുരനെ ഭിണ്ടിപാലം കൊണ്ട് കൊന്നു. ബാണൈഹി താമ്രം, ബാണങ്ങളെ കൊണ്ട് താമ്രൻ എന്നുള്ളതായിട്ടുള്ള അസുരനെയും തഥാ അന്ധകം, അപ്രകാരം അന്ധകൻ എന്നുള്ളതായിട്ടുള്ള അസുരനെയും കൊന്നു എന്നുള്ളതാണ്. ബാണങ്ങളെ കൊണ്ട് താമ്രൻ എന്നുള്ളതായിട്ടുള്ള അസുരനെയും അന്ധകൻ എന്നുള്ളതായിട്ടുള്ള അസുരനെയും ബാണങ്ങളെ കൊണ്ട് വധിച്ചു. അതൊക്കെ ദേവി വധിച്ചതാണ്. ദേവി ക്രുദ്ധ തഥ ഗദാപാതൈ ചൂർണയാമാസ ചോദ്ധതം ഭാഷ്കളം. ഉദ്ധതനായിട്ടുള്ള ഭാഷ്കളനെ ഗദാപാദങ്ങളെ കൊണ്ടും ഭിണ്ടിപാലം കൊണ്ട് താമ്രൻ എന്നുള്ളതായിട്ടുള്ള അസുരനെയും ബാണങ്ങളെ കൊണ്ട് താമ്രൻ എന്നുള്ളതായിട്ടുള്ള അസുരനെയും അന്ധകനെയും വധിച്ചു എന്നാണ്. ഉഗ്രാസ്യം ഉഗ്രവീര്യം ച തഥൈവ ച മഹാഹനു ത്രിനേത്രാസാ ത്രിശൂലേന ജഘാന പരമേശ്വരി. സാ പരമേശ്വരി, ആ പരമേശ്വരി ദേവി, പരമയായിട്ടുള്ള ഈശ്വരി, ഏറ്റവും ശ്രേഷ്ഠയായിട്ടുള്ള ആ ദേവി ത്രിനേത്ര, 3 നേത്രങ്ങളോട് കൂടിയതായിട്ട്, 3 നേത്രങ്ങളുണ്ട് എന്ന് നേരത്തെ തന്നെ പറയണ്ടായി. അങ്ങനെയാണ് അവതാരം എന്നുള്ളത്. ആ ത്രിനേത്രയായിട്ടുള്ള ദേവി, 3 നേത്രങ്ങളോട് കൂടിയ, നയനങ്ങളോട് കൂടിയ ആ ദേവി ത്രിശൂലേന, തൻ്റെ തൃശൂലം കൊണ്ട്, അതായത് 3 അറ്റങ്ങളുള്ളതായിട്ടുള്ള ശൂലാണ് തൃശൂലം എന്ന് പറയുന്നത്. ആ തൃശൂലം കൊണ്ട് തഥായേവ, അപ്രകാരം തന്നെ ഉഗ്രാസ്യം ഉഗ്രവീര്യം ച, ഉഗ്രവീര്യനായിട്ടുള്ള ഉഗ്രാസ്യൻ എന്നുള്ളതായിട്ടുള്ള അസുരനെ, ഉഗ്രാസ്യം ഉഗ്രവീര്യം ച, അല്ലെങ്കിൽ 2 അസുരന്മാരായിട്ടും പറയാൻ വിരോധമില്ല. ഉഗ്രാസ്യൻ എന്നുള്ള അസുരൻ, ഉഗ്രവീര്യൻ എന്നുള്ളതായിട്ടുള്ള അസുരൻ, അല്ലെങ്കിൽ ഉഗ്രവീര്യത്തോടു കൂടിയതായ ഉഗ്രാസ്യൻ എന്നുള്ള അസുരൻ എന്നുള്ളത് 2 തരത്തിലും ആവാം. തഥൈവച്ച മഹാഹനു, ആ മഹാഹനു എന്ന് മറ്റൊരു അസുരൻ്റെ പേര്. മഹാഹനുവിനെയും തൃശൂലം കൊണ്ട് ഹരിച്ചു എന്നാണ്. അപ്പോൾ ഉഗ്രാസ്യൻ എന്നുള്ളതായിട്ടുള്ള അസുരനെയും മഹാഹനു എന്നുള്ളതായിട്ടുള്ള അസുരനെയും തൃശൂലം കൊണ്ട് ഹനിച്ചു എന്ന് സാരം. തൃശൂലേന ജഘാന പരമേശ്വരി, അങ്ങനെ ശൂലം കൊണ്ട് ഇവരെ 2 പേരെയും വധിച്ചു എന്നാണ്. വിലാളസ്യ അസിനാത് കോപാത് പാതയാമാസ വൈശിര ദുർധരം ദുർമുഖം ചോഭൗ ശരൈർനിന്യേ യമക്ഷയം. വിലാളസ്യ അസിനാ കോപാത് പാതയാമാസ വൈ ശിരഃ. വിലാളസ്യ ശിരഃ, വിലാളൻ എന്നുള്ളതായിട്ടുള്ള അസുരൻ്റെ ശിരസ് പാതയാമാസ, പതിപ്പിച്ചു, നിലത്ത് വീഴ്ത്തി എന്നാണ്. വിലാളസ്യ ശിരഃ, വിലാളസ്യ എന്ന് വെച്ചാൽ വിലാളൻ എന്നുള്ളതായിട്ടുള്ള അസുരൻ. ആ അസുരൻ്റെ ശിരസ് കോപത്തോടുകൂടി പാതയാമാസ, നിലത്ത് വീഴ്ത്തി. എങ്ങനെയാണ്? അസിന, വാളുകൊണ്ടാണ്. അസീൻച്ച വാളുകൊണ്ട് വിലാളനെ വധിച്ചു എന്നാണ്. ശിരസ് വീഴ്ത്തി, താഴ്ത്ത് വീഴ്ത്തി എന്നുള്ളതാണ്. അപ്പോൾ 2 ദുർധരം ദുർമുഖം ചോഭൗ ശരൈർനിന്യേ യമക്ഷയം. ദുർധരം ദുർമുഖം ച ഉഭൗ, 2 പേരെയും, ഉഭൗ 2 പേരെയും. ആരൊക്കെയാണ്? ദുർധരൻ എന്നും ദുർമുഖൻ എന്നും പേരായിട്ടുള്ള 2 പേരെയും. ദുർധരം ദുർമുഖം ച ഉഭൗ, 2 പേരെയും. ഉഭൗ 2 പേര്. ദുർധരം ദുർമുഖം ച, ദുർധരൻ എന്നും ദുർമുഖൻ എന്നും പേരായ 2 പേരെയും. ശരൈഹി നിന്യേ യമക്ഷയം, ശരങ്ങളെ കൊണ്ട് യമക്ഷയം നിന്യേ, യമൻ്റെ ക്ഷയത്തിലേക്ക്, ക്ഷയം എന്ന് വെച്ചാൽ വാസസ്ഥാനം എന്നാണ്. യമൻ്റെ വാസസ്ഥാനത്തേക്ക്, അതായത് നരകത്തിലേക്ക് പറഞ്ഞയച്ചു. യമൻ്റെ വാസസ്ഥാനം ഇതാണല്ലോ, നരകമാണല്ലോ. ആ നരകത്തിലേക്ക് 2 പേരെയും പറഞ്ഞയച്ചു. 2 പേരെയും നരകത്തിലേക്കാക്കി, അതായത്
യമലോകത്തേക്ക് പറഞ്ഞയച്ചു എന്നർത്ഥം. ദുർധരം ദുർമുഖം ച ഉഭൗ, ദുർധരൻ എന്നും ദുർമുഖൻ എന്നു പേരായ രണ്ടുപേരെയും ശരൈഹി, ശരങ്ങളെ കൊണ്ട് യമക്ഷയം നിന്നെ, യമന്റെ ലോകത്തേക്ക് പറഞ്ഞയച്ചു, നയിച്ചു. ഏവം സംക്ഷീയമാണേതു സ്വസൈന്യേ മഹിഷാസുര, മാഹിഷേണ സ്വരൂപേണ പ്രാശ്രയാമാസ താൻ ഗണൻ. ഇനി മഹിഷാസുരൻ നേരിട്ട് വരികയാണ്. ഏവം സംക്ഷീയമാണേതു സ്വസൈന്യേ, ഏവം ഇപ്രകാരം, സ്വസൈന്യേ സംക്ഷീയമാണേതു, സ്വസൈന്യേ തൻ്റെ സൈന്യങ്ങളെല്ലാം സംക്ഷീയമാണേ ക്ഷയിച്ചു തുടങ്ങിയപ്പോൾ, സൈന്യങ്ങളൊക്കെ ക്ഷയിച്ചു. ആദ്യം ഭടന്മാരെ കുറേ പേരെ കൊന്നു, അത് കഴിഞ്ഞ് സേനാനായകന്മാരെയും ഇങ്ങനെ വസിച്ചു. അങ്ങനെ സൈന്യങ്ങൾ വളരെ ക്ഷയിച്ചു കഴിഞ്ഞപ്പോൾ സംക്ഷീയമാണേതു സ്വസൈന്യേ, ഏവം ഇപ്രകാരം, സ്വസൈന്യേ സംക്ഷീയമാണേ തൻ്റെ സൈന്യങ്ങൾ മുഴുവൻ ക്ഷയിച്ചുകൊണ്ടിരിക്കെ, മഹിഷാസുര, മഹിഷാസുരൻ മാഹിഷേണ സ്വരൂപേണ താൻ ഗണാൻ ത്രാസയാമാസ, മാഹിഷേണ സ്വരൂപേണ പോത്തിൻ്റെ സ്വരൂപത്തിൽ, മഹിഷാസുരമർദ്ദിനി എന്നാണല്ലോ പറയണത്. അപ്പോൾ പോത്ത് അതിൻ്റെ രൂപത്തിൽ വന്നിട്ടാണ് ഈ മഹിഷാസുരൻ വന്നത് എന്നുള്ളതാണ്. അതാണ് മാഹിഷേണ സ്വരൂപേണ, മാഹിഷമാകുന്ന സ്വരൂപത്തോടുകൂടി, പോത്തിൻ്റെ ശരീരം ധരിച്ചുകൊണ്ട് സ്വരൂപത്തോടുകൂടി, താൻ ഗണാൻ ത്രാസയാമാസ ആ ഭൂതഗണങ്ങളെ വിറപ്പിച്ചു. ത്രാസയാമാസ വിറപ്പിച്ചു, അവരെ ഭയപ്പെടുത്തി എന്നർത്ഥം. ആ പോത്തിൻ്റെ രൂപത്തിൽ വന്നിട്ട് ആ ഭൂതഗണങ്ങളേക്ക്, ബാക്കിയുള്ള ഭൂതഗണങ്ങളേക്ക് നശിപ്പിക്കാൻ തുടങ്ങി, ഭയപ്പെടുത്തി എന്നുള്ളതാണ്. മാഹിഷേണ സ്വരൂപേണ ത്രാസയാമാസ താൻ ഗണാൻ, ആ ഭൂതഗണങ്ങളെ, ദേവിയുടെ ഭൂതഗണങ്ങളെ പോത്തിൻ്റെ വേഷത്തിൽ വന്ന് നശിപ്പിച്ചു തുടങ്ങി എന്നാണ്. ശ്രീ ശിവ ശിവശക്തിഐക്യരൂപിണി ലളിതാംബിക, ശ്രീ ശിവ ശിവശക്തിഐക്യരൂപിണി ലളിതാംബിക, ശ്രീ ശിവ ശിവശക്തിഐക്യരൂപിണി ലളിതാംബിക. ശ്രീ ലളിതാംബികായൈ നമഃ.